ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. ഇന്ന് രാവിലത്തെ കറി എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് കറിയാണേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ സവോള, പച്ചമുളക്, ഉരുളൻകിഴങ്ങ്, ഗ്രീൻ പീസ് എല്ലാം കൂടെ ചേർത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇനി ഒരു ശകലം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കും. അതും കൂടെ ചേർത്ത് ഗ്രീൻ പീസ് വേവിച്ചെടുക്കട്ടെ. രാവിലെ ഗ്രീൻ പീസ് കറിക്ക് അല്ല, അപ്പത്തിന് ഗ്രീൻ പീസ് കറി എന്ന് പറയണം അല്ലേ, അല്ലാതെ ഗ്രീൻ പീസ് കറിക്ക് അപ്പം എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. ഗ്രീൻ പീസ് കറി അപ്പം കൂടെ ആണേ. ഇവിടെ നേരത്തെയൊക്കെ എപ്പോഴും ഗ്രീൻ പീസ് കറി വെക്കാം. ഇപ്പോൾ ഒത്തിരി നാളായി ഗ്രീൻ പീസ് കറി വെച്ചിട്ട്. കണ്ണൻ രാവിലെ ട്യൂഷനൊക്കെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ണനെ ഇന്ന് ഉച്ച കഴിഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. എക്സാമൊക്കെ ഇനി അടുത്തു. എക്സാമൊക്കെ അടുത്തെന്ന് പറഞ്ഞ് എനിക്കേ ഉള്ളൂ കേട്ടോ ടെൻഷൻ. അവനൊരു ടെൻഷനും ഞാൻ കാണുന്നില്ല. അവൻ എപ്പോഴും അടിച്ചു പൊളിച്ച് കിടപ്പുണ്ട്. ഗ്രീൻ പീസ് കറിക്കുള്ള കടുകാണ് വറുക്കുന്നത്. ഞാൻ ഗ്രീൻ പീസ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഗ്രീൻ പീസ് എല്ലാം വെന്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കടുക് വറക്കുന്നത് ഉള്ളിയും മുളകും നമ്മൾ സാധാരണ കടുക് വറക്കുന്നത്. എന്നിട്ട് തേങ്ങായും മസാല എണ്ണയിൽ, ഇതിപ്പോൾ ഞാൻ വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ചേർത്ത് വയ്ക്കുന്നത്. അതോ അല്ലെങ്കിൽ മസാല പെരുംജീരകമോ അങ്ങനെ എണ്ണയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒത്തിരി അങ്ങോട്ട് ഭയങ്കര വെണ്ണ പോലെ അരയ്ക്കത്തില്ല, ഒരു ഇച്ചിരി ഇതായിട്ട് അരയ്ക്കത്തുള്ളൂ. ഇതിനകത്ത് ഞാനൊരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് അരച്ചെടുക്കുക. സാധാരണ ഇത് കുഞ്ഞ് ചീൻചട്ടി ആയിപ്പോട്ടോ, വലിയ ചീൻചട്ടി അപ്പുറത്ത് അടുക്കി വെച്ചേക്കും, അവിടം വരെ പോകാനുള്ള മടിക്ക് ഞാൻ കുഞ്ഞ് ചീൻചട്ടിക്കകത്തോട്ട് കടുക് വറുത്തേച്ച് ഇനി ഗ്രീൻ പീസ് എല്ലാം വെന്തിരിക്കുന്ന ഈ കുക്കറിനകത്ത് തന്നെ ചേർക്കുക ചെയ്യുന്നത്. ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുവേ. ഗ്രീൻ പീസും കിഴങ്ങും എല്ലാം ക്യാരറ്റും കൂടി ഇട്ടാൽ നല്ല, ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു ക്യാരറ്റ് ഇടാതിരുന്നത്. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. നല്ലപോലെ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. തിളച്ചിപ്പോൾ നല്ലപോലെ തീ കുറച്ചിട്ടേക്കുക. ഇനി കണ്ണന് കഴിക്കാനായിട്ട് കൊടുക്കട്ടെ. ഇതിനകത്തെ മീനെല്ലാം ചത്തുപോയി കേട്ടോ. ആ പാത്രം താമര ഇടാൻ പോയത്. മീൻ ചത്തെന്ന് പറഞ്ഞാൽ 4 ഉണ്ട്. ബാക്കിയെല്ലാം തമ്മി തിന്നതാണോ? ഇതേ ഇവിടുന്ന് ഇങ്ങനെ കയറ് റൗണ്ടി വെക്കാൻ ആ കമ്പയിൽ ഇതേലും മുറിഞ്ഞിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആ കമ്പനി കുഴപ്പമില്ല. ഈ ഒരു കമ്പ്, ഈ 2 കമ്പ, ഈ 2 കമ്പയിൽ ഓരോ വള്ളി വലിച്ചാലോട്ടും കെട്ടി. ഓരോ വള്ളിയല്ല, ഇങ്ങനെ ഒന്നിച്ചങ്ങ് വലിച്ചങ്ങോട്ട് ഒതുക്കി കെട്ടാമെങ്കിൽ ഒതുങ്ങിയിരുന്നു. അങ്ങനെ അതിനെക്കാട്ടും നല്ല ഓരോ വള്ളി കെട്ടുന്നു. ഓരോ വള്ളി കെട്ടാണ്ട് കയറില്ല. എത്ര വേറെ കയറില്ല, ഇതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞോളൂ ഈ ബസ്സിട്ട്. അന്നേരം പിന്നെ അതങ്ങോട്ട് ശരിക്കും അങ്ങ് ഒതുങ്ങി, പിന്നെ അങ്ങനെ അങ്ങ് വളർന്നുള്ളത് ഇങ്ങോട്ട് ശരിയാതെ. ബാത്റൂം മേളിക്ക് ഞാൻ തരാം അങ്ങോട്ട്. കെട്ടിത്തരാം. അതെ. ഇപ്പം എന്നാലും പൂത്തിക്കല്ലോ, ഇപ്പം വെട്ടണ്ട. പൂ മൊത്തം പൊഴിഞ്ഞു പോവാട്ടോ. ഇതുണ്ട് ആ തണ്ടയിൽ അത്രയും പൂ ഉണ്ടായിട്ട് ഒരൊറ്റ കണ്ണിമാങ്ങ ഉണ്ട്. ഇതിനി എന്നാണോ ചെയ്യുന്നത് ഈ പൂ ഇങ്ങനെ മുഴുവൻ പൊഴിഞ്ഞു പോകുന്നതിന്? ഏത് കമ്പ്? അല്ല, അതിലും തട്ടുന്നുണ്ട്, ആ പൂവിലും തട്ടുന്നുണ്ട്. അങ്ങോട്ട് വലിച്ചു കെട്ടണം. ഞാൻ ആ മൂലക്കോട്ട് അങ്ങ് കെട്ടാന്ന് ഓർത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്.
അത് വലിഞ്ഞ് മുറ്റത്ത് ഇപ്പോഴൊരു വൃത്തിയായത്. ഇപ്പം ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഒരു വണ്ടി സുഖമായിട്ട് ഇറങ്ങിപ്പോക്കോളും. ഇതിലെല്ലാം എന്താണ്ട് മൊത്തം പൊഴിഞ്ഞു പോയി കേട്ടോ. ഏ സത്യം പറഞ്ഞത് മൂവാണ്ടമാവ് മേടിച്ച് വെച്ചാൽ മതിയായിരുന്നു, ഓർത്തില്ല അത്രയും. രാവിലത്തെ കാപ്പി എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നിട്ട് എനിക്ക് മുറ്റത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ പച്ചക്കറിയൊക്കെ വിത്തൊക്കെ കൈ വെച്ചിട്ട് കാര്യമില്ലല്ലോ, നട്ടാലല്ലേ വല്ലതും കിട്ടുള്ളൂ, എന്നാലല്ലേ വല്ലതും തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പച്ചക്കറിക്കുള്ള ഗ്രോ ബാഗിൻ്റെ എല്ലാം ഒന്ന് സെറ്റ് ആക്കുമായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇനി ബാക്കി ഉച്ച കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം അടുക്കളയിലെ പണി തീരുകയല്ല, അതിൻ്റെ പുറകെ പോയാൽ. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കറി വെക്കണം. അപ്പോൾ മണിയുമ്പോൾ കഴിഞ്ഞ ദിവസം കുറേ മുരിങ്ങയ്ക്ക തന്നു വിട്ടെ, കുറേ ഉണ്ടായിരുന്നു, കുറേ മുരിങ്ങയ്ക്ക. അപ്പോൾ മുരിങ്ങയ്ക്കയുടെ സീസണാണല്ലോ, അവിടെ ഒത്തിരി മുരിങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് മുരിങ്ങയ്ക്ക തന്നു വിട്ടായിരുന്നു. ആ മുരിങ്ങയ്ക്ക ഞാൻ തീയലിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ രാവിലത്തെ വിളവെടുപ്പാണ്, രാവിലെ എടുത്ത പച്ചമുളകാണ്. കോവയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, ദിവസം നമുക്ക് കുറേശ്ശെ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒക്കെ ഇച്ചിരി കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സന്തോഷം, നമുക്ക് കിട്ടുന്നത് ഇച്ചിരി എല്ലാവർക്കും കൊടുക്കാനൊക്കെ പറ്റുന്നതിൻ്റെ. ചീര നടാനുണ്ട്, ഒത്തിരി വിത്തുകൾ ഇരിപ്പുണ്ട്, എല്ലാം നടണം. അപ്പം അതിനുള്ള എല്ലാം ഒന്ന് സെറ്റാക്കി. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, പച്ചക്കറിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും, അതുപോലെ വെയിലാണ്. ശരിക്കും നമ്മൾ നോക്കി കണ്ട് നട്ടില്ലെങ്കിൽ ശരിയാകുകയില്ല. അപ്പം അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഇനി വൈകിട്ട് എന്നാലും ചെയ്യുന്നുള്ളൂ. വേറെ കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, അതെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതെല്ലാം പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിനി തീയൽ വെക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ മുരിങ്ങയ്ക്ക തീയലിനകത്ത് ഈ മുളകിടാൻ നല്ല ടേസ്റ്റാണ്, നല്ല എരിവാണ്. അപ്പോൾ അതിട്ട് തീയലിനുള്ളതെല്ലാം ഒന്ന് റെഡി ആക്കട്ടെ. ഇനി സ്പീഡിലെല്ലാം അങ്ങ് ചെയ്തു പോവാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്നതൊക്കെ അങ്ങ് എടുക്കാം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ തീയിലൊക്കെ ഒരുപാട് തവണ വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടൊക്കെ എല്ലാവർക്കൊക്കെ അറിയാം. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പം ഞാൻ ഇനി തീയിൽ വെക്കാനായിട്ടുള്ള എല്ലാം അരിഞ്ഞു വെച്ചു. തീയിലും വെക്കണം, പിന്നെ ഇച്ചിരി ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടിയും വെക്കണം. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് വെച്ചാൽ മതി. ചോറ് ഇന്നലെ വെച്ചത് അതുപോലെ ഇരിപ്പുണ്ട്, ആ ചോറ് ഇനി വെച്ച് വിട്ടിട്ടുണ്ട്. അന്നേരം ഉച്ചയ്ക്ക് എന്നായിരുന്നു കഴിച്ചത്? ഉച്ചയ്ക്ക് ഞാനും വെച്ചതും തന്നെയുള്ളായിരുന്നു. അല്ല, ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് വെച്ച ചോറ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറുണ്ട്, വൈകിട്ട് വെച്ച ചോറാണ്. വൈകിട്ട് ചോറ് വെച്ചിട്ട് വൈകിട്ട് ചോറ് എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു, ആരും കഴിച്ചില്ല. അപ്പവും പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കഴിച്ച് വൈകിട്ട് ചോറ് ആരും ഉണ്ടില്ല. അപ്പോൾ വൈകിട്ടത്തേക്ക് ചോറ് തികയത്തില്ലല്ലോ എന്ന് ഓർത്തുണ്ടായിരുന്നു. ആ ചോറ് അതുപോലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചെങ്കിൽ അതൊന്ന് വെച്ച് വെക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനിനി ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്തേരെ. മുരിങ്ങയ്ക്ക തീയിലുള്ളത്, മുരിങ്ങയ്ക്ക പിന്നെ മുളക് ഉള്ളി എല്ലാം കൂടെ വെന്ത്, ഇനി ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ട് വെക്കാനായിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ആദ്യം വഴറ്റുന്നത്. അത് വഴറ്റി ഒരു ഇത്തിരി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് സവോള ചേർക്കുന്നത്, അല്ലെങ്കിൽ സവോള പെട്ടെന്ന് വെന്ത് ഇതായിട്ട്. തേങ്ങയൊക്കെ വറുത്തെടുത്ത് വെച്ചേക്കുവാണ്, ചൂടാറിയിട്ട് വേണമെങ്കിൽ അത് അരച്ചെടുക്കാനുണ്ട്. ഭയങ്കര ചൂടാണ് അടുക്കളയിൽ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണ്. തീയും ലൈറ്റും വെളിയിലെ ചൂടും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ ഷീബയെ കണ്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമാണ് കേട്ടോ. അതുപോലെ ദേവൂട്ടിയെ കണ്ടിട്ട് കുറേ ദിവസമാണോ, ഗീത ചേച്ചിയെ കണ്ടിട്ട് കുറേ ദിവസമാണോ, പിന്നെ ആരെയാണ് നമ്മുടെ വിജിയെ കണ്ടിട്ട് കുറേ ദിവസമാകും. ഇങ്ങനെ കുറേ പേരെ ഇപ്പോൾ കുറേ ദിവസമാണ് കണ്ടിട്ട്. ആരെ അനക്കമൊന്നുമില്ല, എല്ലാവരും ഒക്കെ എവിടെ പോയി ഒരു വിവരം അറിയത്തില്ല കേട്ടോ. ശിവാനി ഇടയ്ക്കൊക്കെ മെസ്സേജ് വരുന്നതായിരുന്നു. ഇപ്പം അതുപോലെ നമ്മുടെ ബീന മനോജിൻ്റെ വിവരവും ഇപ്പോൾ ഒന്നും അറിയുന്നില്ല കേട്ടോ. വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ അതോ കമൻറ്റ് ഇടാൻ മടിച്ചിരിക്കുവാണോ എന്നൊന്നും അറിയാം. ഗീത ചേച്ചിക്ക് എന്നെ പറ്റിയെന്ന് എനിക്കറിയാം. കുറേ ദിവസമായി ചേച്ചിയെ കണ്ടിട്ട്. ഇപ്പോൾ കുറേ 2-3 വീഡിയോയിലൂടെ ഇനി വല്ല പനിയോ വല്ല ആണോ എന്നൊന്നും അറിയത്തില്ല.
ചേച്ചിയെ കണ്ടിട്ട് കുറേ ദിവസമാണ്. സവോളയും കൂടി ഞാൻ ചേർത്ത് കേട്ടോ. സവോളയും കൂടെ ചേർത്ത് ഉരുളൻകിഴങ്ങിനി സവോളയും കൂടി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങിൻ്റെ മെഴുക്കുവരട്ടിയുടെ ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. മീൻ വറുത്തു. തീയിനുള്ള ഇനി അരച്ചെടുക്കണം. ഉരുളൻകിഴങ്ങിന് മെഴുക്കുവരട്ടിക്ക് സവോളയൊക്കെ വഴറ്റി കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് മുളക് ചതച്ചിടുന്നതാണ് ടേസ്റ്റ്. പക്ഷേ ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടിയും കൂടെ ചേർത്തൊന്ന്, ചിലർ മസാലപ്പൊടി ചേർക്കണ്ട, മസാലപ്പൊടി ചേർത്താലും ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ മുളക് പൊടി ചേർക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി തീയലിനുള്ളത് അരച്ചുകൊണ്ടും കൂടെ വേണം. അതിൻ്റെ ചൂടൊക്കെ അറിയതേ ഉള്ളൂ. ഇനി ഇത് അരച്ചുകൊണ്ട് വന്നിട്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തീയലും. ഇത് ഇച്ചിരി കൂടെ ഒന്ന് ഇതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് ഈ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. തീയലിനൊക്കെ അരച്ചു. മെഴുക്കുവരട്ടി റെഡിയായി. ഇനി തീയലിനുള്ള അരപ്പും കൂടെ ചേർക്കട്ടെ. ഇത് വേവിച്ച് എല്ലാം വെച്ചാൽ ഈ പുളിക്കകത്തുണ്ടല്ലോ എന്നാ കുരുവാണെന്നറിയാവോന്നേ. ഭയങ്കര കുരുവാ. ഒരു പുളി എടുത്ത് അതിനകത്ത് മൊത്തവും കുരുവാ. ഭയങ്കര കുരുവാ കേട്ടോ. ഞാൻ ഇച്ചിരി പുളി ഒന്ന് ഇതിന് തീയലിന് നമുക്ക് പുളി വേണമല്ലോ അരയ്ക്കാനായിട്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത്രയും കുരു. ഒരു ഉരുള പുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ ഒരു വലിപ്പം എടുത്ത, പക്ഷെ അത് മൊത്തം കുരുവായിരുന്നു. ഭയങ്കര ഇതാണ് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇത്രയും. കലയാണെങ്കിൽ നല്ല പുളി കൊടുക്കുന്നിടപ്പത്തേക്ക് കൊതി വന്നു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, തീരാതെ പിന്നെ എങ്ങനെയാണെന്ന് ഓർത്തുകൊണ്ടായിരുന്നു ഞാൻ. നല്ല പുളി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇച്ചിരി ഉപ്പും കൂടെ വേണം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാൽ നമ്മുടെ തീയലൊന്ന് തിളച്ചും കൂടെ കഴിഞ്ഞാൽ തീയൽ റെഡിയായി. പിന്നെ ഇന്നലത്തെ നമ്മുടെ ഉറങ്ങിയ തക്കാളിക്കായും കൂടെ ഉണ്ട് കേട്ടോ. തക്കാളിക്ക തോരൻ വെച്ചതും കൂടെ ഉണ്ട്. അതും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെ പിന്നെ അത് കളയേണ്ടി വരത്തില്ലേ. ഈ ഇല്ലാത്ത വിലയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് എങ്ങനെ കളയുക. തിളച്ചൂട് കഴിഞ്ഞാൽ റെഡിയായി. ഇനി ഞങ്ങൾ ചോറുണ്ണാനായിട്ട് തുടങ്ങുവാണേ. ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഉച്ചക്കത്തെ കറി ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, തീയൽ, പിന്നെ നമ്മുടെ ഉറങ്ങി എണീറ്റ തക്കാളിക്ക തോരനും. ചീര നട്ടെടുത്ത് ഇനി ഇഞ്ചി നടാനായിട്ട് തുടങ്ങുവാണേ. തുടങ്ങുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല. ചീര നടുമ്പുണ്ടല്ലോ, ഇവിടെ മേളിൽ നിന്ന് വരുന്ന അലക്കുന്ന വെള്ളം അങ്ങോട്ട് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് പിന്നെ ചീര, ഇഞ്ചി ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇലയൊന്നും പറിച്ച് നമ്മൾ തോരൻ വെക്കുന്നില്ലല്ലോ. അതിന് ഇങ്ങോട്ട് എല്ലാം കിളച്ചെല്ലാം റെഡിയാക്കി ഇട്ടേക്കുക. കിളയ്ക്കാനൊന്നുമില്ല, ചുമ്മാ ഒന്ന് കുത്തി കുത്തി ഇളയ്ക്കാൻ മതിയായിരുന്നു. മണ്ണ് ഇളകി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇഞ്ചി നമ്മുടെ സുഡോമോണസിനകത്തും പിന്നെ ചാണകവെള്ളത്തിനകത്തും കൂടെ ആയിട്ട് ഒന്നിച്ച് കലക്കി വെച്ചേക്കുക നടാനായിട്ട്. ചാരം ഇട്ടിട്ടുണ്ട് അവിടെ. എന്നിട്ട് ഇനി ബാക്കി പരിപാടി. വലിയ കൃഷിക്കാരിയൊന്നുമല്ല കേട്ടോ, എനിക്ക് വലിയതായിട്ട് അറിയത്തൊന്നുമില്ല. എങ്കിലും അറിയാവുന്ന പോലൊക്കെ അങ്ങ് നട്ടു വെക്കുക. വീട്ടിലെ ആവശ്യത്തിനെങ്കിലും ഇച്ചിരി കിട്ടാതിരിക്കുകയല്ലോ. ഇവിടെ മുഴുവനും പടുതായിട്ട് മറച്ചതാണ് കേട്ടോ. ഇവിടെ ഞാൻ തീ കത്തിക്കുമ്പം അങ്ങോട്ട് ചാരം വരുന്നെന്നും പറഞ്ഞു പടുത കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇത് ഞാൻ പറഞ്ഞ എങ്ങനെ ഇടുമ്പോൾ ഒരു കല്ല് കെട്ടിയിട്ടാൽ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പടുത മേളിൽ ഇരിപ്പുണ്ട്, കാറ് വെളിയിലും കിടപ്പുണ്ട്. മുഴുവനും മറച്ചേക്കുക. അപ്പുറത്തെ സൈഡും എല്ലാം കണ്ടോ. ചാരം വീഴുന്നുണ്ട്, അത് സത്യമാണ്. കാറ്റ് വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ ചേച്ചിയെ കത്തിക്കുന്നു, ഇവിടെ ഞാൻ കത്തിക്കുന്നതും എല്ലാ ചാരവും പുതിയ വണ്ടിയിലൊക്കെ ആയിരുന്നു വന്ന് കിടന്നത്. അന്നേരം അതെല്ലാം ഒന്ന് വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിയ പടുതായും പിന്നെ നെറ്റും ഒക്കെയാണ്. ഇതൊക്കെ ഇന്ന് രാവിലത്തെ പണിയായിരുന്നു കേട്ടോ. അവിടുന്ന് മുളകെല്ലാം ഇങ്ങോട്ട് മാറ്റി ഇഞ്ചി നട്ടതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് കരിയിലയും കൂടി ഇട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്ത് പയറിൻ്റെ വിത്തിടാൻ വേണ്ടി മണ്ണ് നിറച്ചതൊക്കെ രാവിലത്തെ പണിയാണ്.
ഭയങ്കര വെയിലാട്ടോ. വെയിലിൻ്റെ ഇതുകൊണ്ട് എല്ലാം അങ്ങ് പാടുവോ എത്ര വെള്ളം ഒഴിച്ചാലും. ഇവിടെ ഇരിക്കുന്ന ഓരോ കവർ വീതം ഞാനിങ്ങനെ മാറ്റി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ വയ്യാതാകുന്നതിന് മുന്നേ മേടിച്ച കേട്ടോ പയറിൻ്റെ വിത്തൊക്കെ. പിന്നെ ചീരയുടെ ഉണ്ട്, അമലയ്ക്ക് ശകലം ചീരയുടെ ഇത് കൊടുക്കണം. പിന്നെ വെള്ളരിയുണ്ട്, വെണ്ടയുടെ ഉണ്ട്, ഇത് വഴുതനയുടെ അരിയാണ്. ഈ വഴുതനയുടെ മുളകിൻ്റെ ഒരുപോലെ ഇരിക്കും കേട്ടോ അരി കണ്ടാൽ. പിന്നെ കുറച്ച് നിത്യവഴുതനയുടെ അരിയുണ്ട്. കിളുക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ, അതും കൂടെ ഒന്ന് നട്ട് നോക്കണം. കാലം ഒന്നും കൊണ്ട് കയറല്ലേ. അച്ഛനും മോളും കൂടെ പറമ്പിലോട്ട് ഇറങ്ങിയതാണേ. അവിടെ ഇല്ല, എടുക്കുന്നില്ല. കെട്ടിയോ ഷർട്ട് ഇട്ടിട്ടില്ല. എൻ്റെ ഇനി എടുത്തോളായിരുന്നു ഉടനെ. അവിടെ ഒന്നാണ് വെട്ടുന്നേ. ഇച്ചിരി കയറി ഇന്ന് വിട്ട്. അത് ഇവിടുന്ന് എടുത്തിട്ട് മണ്ണ അതാ. മതി. പിന്നെ രണ്ടെണ്ണം കൂടെ നടാണ്ടല്ലോ. ചൂട് കൊണ്ടാന്ന് തോന്നുന്നു ഓലയെല്ലാം അങ്ങ് നിലത്ത് ഇങ്ങനെ ഒടിഞ്ഞ മാതിരി കിടക്കുമായിരുന്നേ. അതെല്ലാം പിന്നെ ഇങ്ങനെ വെട്ടി മാറ്റി. ഉണങ്ങിയതും ഉണ്ടായിരുന്നു, അതുമെല്ലാം എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞാൻ പയറൊക്കെ പാകി കേട്ടോ. അപ്പോൾ അവിടെ അങ്ങ് തെളിഞ്ഞു ഓലയെല്ലാം വെട്ടിയപ്പോഴത്തേക്ക്. എല്ലാം നല്ല വൃത്തിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.